ഹായ്, ഞാൻ എലിസബത്താണ്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ വോയിസ് ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം കുറേ കൺഫ്യൂഷനുകൾ എനിക്ക് ഈ ഒരു കസ്തൂരി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രൊഫൈലായിട്ട് തോന്നി. കാരണം 2 പ്രൊഫൈൽ കണ്ടു. ഒന്ന് ജോയിന്റ് 4 months ago, അടുത്ത സ്ക്രീൻഷോട്ട് ഇടാം. അതിൽ ജോയിന്റ് 9 years ago എന്ന് പറഞ്ഞിട്ടാണ് 2 കസ്തൂരി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നറിയില്ല അവരുടെ അക്കൗണ്ട് കണ്ടത്. ഒരേ ചാനലിൽ ഒരേ വീഡിയോന്റെ ഇടയിൽ അവർ ഒരാളിനെ സപ്പോർട്ട് ചെയ്തിട്ടും 2 പെണ്ണുങ്ങളെ അതുപോലെ ഒരു കുട്ടീനെ മോശമായിട്ട് സംസാരിച്ചിട്ട് കുറേ കമന്റുകൾ ഇട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത കമന്റ് പുള്ളിക്കാരി ഡിലീറ്റ് ചെയ്തോ അതോ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വേറെ കമന്റ് പുള്ളിക്കാരി അതിന് പകരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണത്. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞോണത് ലീഗലി മാരീഡ് അല്ല എന്നാണ് പറഞ്ഞോണത്. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഴയ കുറച്ച് റൈറ്റിംഗ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയണില്ല. അതുപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോകളിലും വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോകളും. അതുപോലെ തന്നെ റിസപ്ഷൻ നടത്തിയ വീഡിയോകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ടേക്ക് മെയിനായിട്ട് തോന്നിയത് കേരള ഇസ് ദ വേഴ്സ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെക്ഷൽ അഫയേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ കുറ്റം പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവരുടെ എന്ന് പറഞ്ഞാൽ ആരോ എന്തോ കമന്റ് ഇട്ടുണ്ട്. അതിന് റിപ്ലൈ ആണ് ഐ ഹാവ് പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ നോട്ട് ബിഹൈൻഡ് മീ. സെറ്റ്, കറക്റ്റാണ്. ഇത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പോലീസ് മാത്രമല്ല, ഗുണ്ടകളും കൂടിയില്ലേ. എന്നിട്ടല്ല നിങ്ങളിതൊക്കെ ഇടുന്നത്. ഈവൻ ലോയർ കൂടി കൂടിയുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ കമന്റ് തന്നെ. ആക്ച്വലി നിങ്ങളുടെ കേരളത്തോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ഇംഗ്ലീഷും തമിഴും അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി കമന്റ് സോഴ്സും ശ്രദ്ധിച്ചാൽ നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലായി. എൻ്റെ ലൈഫിൽ ഇനിയും എൻ്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ചതിൽ ഒരു 50% പങ്ക് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആരാണ് മനസ്സിലായി. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് റൈറ്റ് നെക്സ്റ്റ് ടു മീ എന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഉപയോഗിച്ച ആളാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഈ കമന്റ് ഇടുന്നതെന്ന് മനസ്സിലായി. എല്ലാവരുടെയും അറിവോട് കൂടിയാണ് ഇടുന്നത് എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നെ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാതെ പേടിപ്പിക്കാൻ അതൊക്കെ പറയണ്ടേ. ഓക്കെ, ഡൺ. ഓക്കെ, പിന്നെ അടുത്ത ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി കാര്യങ്ങളിൽ അറിയിട്ടില്ലേ. അങ്ങനെ തന്നെ പറയണേ. ഞാൻ അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്നൊക്കെ അറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. നടൻ ബാലയ്ക്കെതിരെ മുൻഭാര്യ എലിസബത്ത് ഗുരുതര ആരോപണങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഓരോന്നായി വെളിപ്പെടുത്തുകയാണ് എലിസബത്ത്. എന്നാൽ ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. കരൾ രോഗം ബാധിച്ച അവസ്ഥയിലിരിക്കുന്ന സമയത്തുകൂടി എലിസബത്താണ് ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്നാൽ ബാലയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട സമയത്തുകൂടി എലിസബത്തിന് ബാലയുടെ കൂടെ കണ്ടില്ല. അതിനുശേഷം ബാല തന്നെ പറഞ്ഞിരുന്നു ഞാനും എലിസബത്തും വേർപിരിഞ്ഞെന്ന്. പിന്നീടാണ് ബന്ധുവായ കോകിലയെ ബാല വിവാഹം ചെയ്തത്. വിവാഹ ജീവിതത്തിൽ താൻ അനുഭവിച്ച ദുരിതങ്ങളെല്ലാം എലിസബത്ത് തുറന്നു പറയുകയാണ്. വിവാഹിതരായിരിക്കെ ബാല തന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്നും അസുഖം ബാധിച്ചപ്പോൾ കൂടെ നിന്ന് ശുശ്രൂഷിച്ച എനിക്ക് ഒടുവിൽ ആരോപണങ്ങളാണ് കേൾക്കേണ്ടി വന്നതെന്ന് എലിസബത്ത് പറയുന്നു.